എന്തിനാണ് ഇത് ചെയ്യുന്നത്? 29 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാ ആ സമയത്തേക്ക്. അതെ. അപ്പോൾ 20 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതും. അല്ല, ഇതെല്ലാം വനിതകളുടെ സംവരണം. സമരം അടക്കം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കൂടെ മുന്നൊരുക്കാണിത്. മനസ്സിലായി? ഇപ്പൊ ഇത് ചെറിയ കാര്യമായിട്ട് കാണണം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തറക്കല്ലിടിയിലാണല്ലോ. അതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. എന്തറിയോ ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം നരേന്ദ്രമോദി ചെയ്യുന്നതിനെതിരായി സംസാരിക്കുകൊണ്ടല്ല അതല്ല നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിലുണ്ടല്ലോ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ആ ജനാധിപത്യം പുലർന്നാൽ മാത്രമേ നമുക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടു ഇരുന്ന് ആരെയും വിമർശിക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിലും രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകണം. അപ്പോൾ ആ ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി നിൽക്കണ്ടേ? അതെല്ലാവരുടെ ആവശ്യമല്ലേ? അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പം മോദി പോയാൽ പോലും പുതുതായിട്ട് വരുന്ന, ഇനി കോൺഗ്രസിന്റെ ഒരാൾ നേതാവാണ് വരുന്നതെങ്കിൽ പോലും ഇത് ചെയ്യാലോ. ഏകാധിപതി ആണെങ്കിൽ ഈ വഴി ഓപ്പൺ ആണ്. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഒരു വിശ്വസ്തനെ അവിടെ കൊണ്ട് നിയമിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള സാമാന്യ യുക്തികൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പം ജ്ഞാനേഷ് കുമാറിനെ പോലെ ഒരാളെ അദ്ദേഹം ഇപ്പം BJPയുടെ വിശ്വസ്തനായി പോയതൊരു കുഴപ്പമാണോ? അല്ലെങ്കിൽ അമിത്ഷായുടെ വിശ്വസ്തനായി പോയതൊരു കുഴപ്പമാണോ? അദ്ദേഹത്തെ അവിടെ സ്ഥാപിച്ചാൽ എന്താണ്? അങ്ങനെ വിശ്വസ്തന്മാരെ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളല്ല ഭരണഘടനാ പദവികൾ എന്ന് പറയുന്നത്. അങ്ങനെ സ്ഥാപിക്കാതിരുന്നാൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി വിയോജിച്ചുകൊണ്ടും യോജിച്ചുകൊണ്ടും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം കേന്ദ്ര സർക്കാർ നടക്കുന്നത്.